എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറന്റിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. കരുളായി മൈലമ്പാറ ഗ്രാമമലയാളം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വായനക്കളരി എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കഥ, കവിതാ രചന, ചിത്രരചന, നാടൻപാട്ട് എന്നിങ്ങനെ 3 സെഷനുകളിലായിട്ടാണ് പരിപാടി നടത്തിയത്. വാർഡ് മെമ്പർ ഷുഹൈബ് മൈലമ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ യാത്ര പോവുകയാണോ? പഠനയാത്ര അല്ലല്ലോ. നമ്മള് ഇവിടെ അടുത്തുള്ള ഒരു പ്രദേശം, ഇപ്പോൾ TK കോളനി അല്ലെങ്കിൽ നെടുങ്കയം, നമ്മള് ഈ നെടുങ്കയമാണല്ലോ എന്നാ ഓക്കെ. ഓന് ഇഷ്ടമല്ല, ഓന് നെടുങ്കയ ഇഷ്ടമല്ല ഉണ്ടോ? അപ്പോ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠനയാത്ര സംഘടിപ്പിക്കണം. നമ്മളെല്ലാവരും പാടെ ഒരു വണ്ടിയിലൊക്കെ പോയിട്ട് പഠനയാത്ര എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ വായിച്ചു പോണ യാത്രയല്ല കേട്ടോ. അവിടെ പോയിട്ട് നമ്മള് പ്രകൃതിയെ പഠിക്കാനും, അതുപോലെ നമ്മുടെ ഈ മറ്റു ഇപ്പൊ എല്ലാവരും സ്ക്രീൻ അഡിക്ഷനിലാണുള്ളത്, ഫോണിലാണല്ലോ എല്ലാവരും ഉള്ളത് അല്ലേ? ആർക്കൊക്കെയാണ് ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള എത്ര ഉണ്ട്? കുട്ടികളിൽ പുസ്തക വായനയുടെ സംസ്കാരം വളരേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്നും വായന അറിവിനൊപ്പം നല്ല ചിന്തകളും വ്യക്തിത്വ വികസനവും സമ്മാനിക്കുന്നതാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വായനശാല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ അധ്യക്ഷനായി. വായനയുടെയും സൃഷ്ടിപരമായ പഠനത്തിന്റെയും പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക, അവരിൽ വായനാശീലം വളർത്തുക, ആത്മവിശ്വാസവും വ്യക്തിവികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ മാനസിക വളർച്ച, ആത്മവിശ്വാസം, ലക്ഷ്യബോധം, പഠനരീതി തുടങ്ങിയ വിഷയങ്ങളിലൂന്നി മോട്ടിവേഷൻ സ്പീക്കർ TH ഷാനവാസ് മാസ്റ്റർ ക്ലാസ് എടുത്തു. സഫ്രലി ചളിപ്പാടൻ, ഇയാസ് പനോലി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി. ചടങ്ങിൽ വായനശാല പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കുട്ടികളുടെ കയ്യെഴുത്ത് മാസിക പ്രകാശനവും നടന്നു. ലൈബ്രറിയൻ PT നമിതാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.